ഹലോ നമസ്കാരം, ഹൊലാവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികൾ സ്റ്റുഡൻസിനെ മനഃപൂർവ്വം ഫെയിലാക്കുന്നുണ്ടോ? ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് സ്റ്റുഡൻസിനെ മനഃപൂർവ്വം ഫെയിലാക്കുന്നത്? ഇത് മുഴുവൻ കാണുക, ഈ വീഡിയോ മുഴുവൻ. കുട്ടികളൊക്കെ ചിലപ്പം കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റി ഞങ്ങൾ മനഃപൂർവ്വം തോൽപ്പിക്കുന്നുണ്ട്, പിന്നെ ലെവൽ 2 ആക്കിയത് കൊണ്ട് ഇന്ത്യക്കാരോട് ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെ പല പല ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളുടെ വസ്തുത ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്വിൻ ആൻഡ് ജിസ്. അപ്പോൾ ശരിയും യൂണിവേഴ്സിറ്റികൾ അങ്ങനെ മനഃപൂർവ്വം ഫെയിലാക്കുന്നുണ്ടോ? അതുപോലെ ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അവർ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണോ? സത്യാവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റേസിസം, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ടോ ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം തരിക എല്ലാവരുടെയും അല്ല, ഒരു 10% ആൾക്കാർ ഇങ്ങനെ പരാതി പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത് ഒരു പ്രീവിയസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും എക്സ്പീരിയൻസുമാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ശരിയാവണമെന്ന് ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല, പക്ഷേ ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി ടു സ്റ്റാർട്ട് വിത്ത്, ഇച്ചിരി ബോറിംഗ് ആണ്. മനുഷ്യൻ്റെ ചിന്താഗതി, ഒരു കാര്യം നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കുഴപ്പമാണെന്ന് ചിന്തിക്കുമോ അതോ നമ്മുടെ ചുറ്റുപാടിൻ്റെ കുഴപ്പമാണെന്ന് ചിന്തിക്കുമോ? എപ്പോഴും നിങ്ങൾ വർക്ക് പ്ലേസിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുക ഓഫീസിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് നന്നായി പെർഫോം ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളിൽ എന്നെ അതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നോട് ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ഒരു റിയാലിറ്റി നോക്കുമ്പോൾ കോർപ്പറേറ്റ് വേൾഡിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് ക്വാളിറ്റിയോടെ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനം നോക്കിയാലും എല്ലായിടത്തും ക്വാളിറ്റിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലേ? ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് മുന്നോട്ട് കയറി പോകാൻ പറ്റും. സെമസ്റ്ററിൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്, കുട്ടികൾക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലർ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്ത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ട് ചില യൂണിവേഴ്സിറ്റിയും ചില പർട്ടിക്കുലർ കോഴ്സും അങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ഫാക്കൽറ്റി ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് കുട്ടികളോട് സംസാരിച്ചു, ഇവരുടെ തന്നെ അതേ സെയിം യൂണിവേഴ്സിറ്റിയിലെ സെയിം പ്രോഗ്രാം പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചു. അപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട്, അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് നാട്ടിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഡിഫറൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില കുട്ടികൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് ഞങ്ങളെ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണ്, ഇതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയാണ് നമ്മൾ വീക്കായിട്ട് നിൽക്കുന്നത്, അതൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ഒരു അസൈൻമെൻറ്റ് ഡെഡ്ലൈൻ ഉണ്ടെങ്കിൽ ഒരാൾ ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ട് വരും, എല്ലാവരുടെ കേസും അങ്ങനെ അല്ല കേട്ടോ പറഞ്ഞേ. പരമാവധി ആൾക്കാർ നമ്മളെല്ലാം ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ നോക്കി എഴുതി, ഇപ്പം ഡെഡ്ലൈൻ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ടീച്ചേഴ്സിനൊക്കെ കാലക്കൈ പിടിച്ച് ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ചോദിച്ച് സബ്മിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും, നമ്മൾ ആ സബ്ജക്റ്റിന് ഫെയിലായി പോകും. ഫെയിലായി കഴിയുമ്പോഴത്തേക്കും അത് അവരങ്ങനെ ചെയ്തത് കൊണ്ടാണെന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അങ്ങനത്തെ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് ഈ QUT അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള കുറേ കുട്ടികൾ നേഴ്സിംഗ് പ്രോഗ്രാം വരെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്ന ഒറ്റൊരു കാര്യം നിങ്ങളോട് പേരൻസിനോടും കുട്ടികളോടും പറയുകയാണ്, വന്ന കുട്ടികളോടും വരാനിരിക്കുന്നവരോടും. ഈ QUT എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി വേൾഡിലെ തന്നെ നേഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള ഒരു ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ടോപ്പ് 50 വരുന്നതാണ് QUT. അപ്പോൾ അത്രയും ഒരു ഹൈ സ്റ്റാൻഡേർഡുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ലോവർ ലെവലിൽ നിൽക്കുന്ന ഒരു റാങ്കിങ് കുറവുള്ളൊരു യൂണിവേഴ്സിറ്റിയുടെ അത്രയും ആയിരിക്കത്തില്ല, ഡിഫിക്കൽട്ടായിരിക്കും, ഒബ്വിയസ്ലി ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് അത്രയും ടോപ്പിൽ നിൽക്കുന്നത് തന്നെ. ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ IIT ഖരഗ്പൂർ അല്ലെങ്കിൽ IISc ബാംഗ്ലൂർ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസിൽ വരുന്നതാണ്. അവരുടെ റാങ്കിങ് ഇതിലും താഴെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ നാട്ടിലെ ഒരു IIT പഠിക്കാൻ പറ്റുന്ന അത്രയും എപ്പിബിൾ ആണോ നമ്മൾ? അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഇവിടെ പ്രോഗ്രാം എടുക്കാനായിട്ട്. അതല്ലാണ്ട് നമ്മൾ GS ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി എടുത്തു, അതിലൊരു ലോജിക്കും ഇല്ല. കാരണം നമ്മളെ പഠിക്കാൻ വരുമ്പോൾ നമ്മളാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഏജൻസി ആണെന്നുണ്ടെങ്കിലും ബാക്കി ആരാണെന്നുണ്ടെങ്കിലും വിസ സ്റ്റഡിലൂടെ കഴിഞ്ഞു, പഠിക്കേണ്ട സമയത്ത് നമ്മളെ ഏജൻസോ ബാക്കിയും നമ്മുടെ പേരൻസോ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മൾ തന്നെ പഠിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ, ഈ ക്യാമ്പസിലേക്ക് ആരെങ്കിലും ഉണ്ടോ, ഇന്ന പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒത്തിരി പലരും ചോദിക്കും. പക്ഷേ ഈ പ്രോഗ്രാം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഇത് പഠിക്കാൻ എങ്ങനെയുണ്ട് എന്നൊരു ഒറ്റ കൊച്ചു പോലും ഞാൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവർ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്തായാലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പലപ്പോഴും ഇവിടെ പഠിക്കാനായിട്ട് വരുമ്പോഴാണ് അയ്യോ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ ഉണ്ടായിരുന്നു, ഇത് എനിക്ക് പാടാ കേട്ടോ എന്ന് പറയണേ.
അത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് സെമസ്റ്ററിൽ നിങ്ങളുടെ സെം ബ്രേക്ക് എപ്പോഴാണ്, നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ എന്തൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കും, ഇതെല്ലാം നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് യൂണിറ്റ്സിൻ്റെ പേര് മാത്രമല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കാന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കി പഠിക്കാൻ പറ്റുന്നതാണോ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അതല്ലാണ്ട് നമുക്ക് ആരെങ്കിലും അവിടെ ഉണ്ട്, എൻ്റെ ആൻറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി എടുത്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ GS ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി എടുത്തു, അല്ലെങ്കിൽ അവിടെ ഫീസ് കുറവായതുകൊണ്ട് യൂണിവേഴ്സിറ്റി എടുത്തു, അതല്ല നിങ്ങൾ നോക്കേണ്ടത്. അതും നോക്കണം, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടും എനിക്കിത് പഠിക്കാൻ പറ്റുമോ ആ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് വേണം വരാനായിട്ട്. ഇപ്പോൾ ചില പിള്ളേരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്, എനിക്ക് സ്റ്റേ ബാക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതൊരു പ്രോഗ്രാമിലേക്ക് മാറ്റി തരാമോ, കാരണം അവരിവിടെ വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെയാണോ പഠിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ, വിസ വരുന്ന സമയത്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ നോക്കി തുടങ്ങിയാൽ മതി. യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാം, മെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്, പിള്ളേർ ചെയ്യേണ്ട തന്നെ കാര്യങ്ങളാണ്. പഠിക്കാൻ വരുന്നു വേറൊരു രാജ്യമാണ്, ഇവിടെ നിങ്ങളെ ആരും അങ്ങോട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് പൈസ കിട്ടാൻ വേണ്ടി തോപ്പിക്കുന്നു, അതിലൊരു ലോജിക്കും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആവശ്യമാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലെ എൻ്റെ സിസ്റ്റർ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ മമ്മി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, ഇത് ശരിക്കും പഠിക്കാനായിട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, കാരണം ഇവർ വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാനേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, നാട്ടിലത്തെ വെച്ച് നോക്കിയിട്ട് നാട്ടിലെങ്ങനെയാണ് എല്ലാവരും ആ കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് നോക്കും, അതുപോലെ തന്നെ പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ശരിയും കൊടുക്കും, അത് നോക്കി പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളെ ഒരു പഠിപ്പിക്കും, പിന്നെ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാന്നൊക്കെ ഉള്ളതാണ് കൂടുതലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് മനഃപൂർവ്വം ആരും തോപ്പിക്കുന്നില്ല, നിങ്ങളാണ് നിങ്ങളെ തോപ്പിക്കുന്നത്. അങ്ങനെ തോപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാത്തതും, ഇപ്പോൾ ആദ്യം വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും, ഇത് ഭയങ്കര ഈസിയാണ്, ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണെന്നങ്ങ് വിചാരിക്കും. അങ്ങനെയല്ല, ആദ്യത്തെ സെമസ്റ്റർ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ഫുൾ എഫേർട്ട് ഇട്ടൊന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര എഫേർട്ട് ഇട്ടാൽ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. ആ പേടി വേണം നിങ്ങൾക്ക്, എളുപ്പമല്ല, പഠിക്കാനുണ്ട്. ഇവിടുത്തെ എക്സാം രീതികൾ, അസൈൻമെൻറ്റുകൾ എഴുതണം. അസൈൻമെൻറ്റ് എഴുതുന്നത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇംഗ്ലീഷിൽ എഴുതണം. ChatGPT ഉപയോഗിച്ചൊക്കെ എഴുതുന്നുണ്ട് ഇപ്പോഴും, പക്ഷേ ChatGPT AI പിടിക്കുന്ന ടെക്നോളജി അവരവിടെ വികസിപ്പിക്കുന്നുണ്ട്, വാട്ടെവർ. എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്ലഗറിസം ചെക്ക് ചെയ്യാനും, പ്ലഗറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കണ്ടൻറ്റ് അതേപോലെ ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് കൊണ്ടുവെക്കുന്നതിനാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട് ഓൾറെഡി. പിന്നെ ChatGPTയോട് പറഞ്ഞിട്ട് AI വഴി എഴുതിയെടുക്കാൻ പറ്റും, പക്ഷേ അത് പ്ലഗറിസം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വെക്കണം. എന്നായിരുന്നാലും പോലും ആ ഒരു ടാസ്ക് ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായി, വേറൊരുത്തൻ്റെ അസൈൻമെൻറ്റ് അതേപോലെ എടുത്ത് കോപ്പി അടിച്ച് വെക്കുമ്പോൾ നമ്മളൊന്നും പഠിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ എഫോർട്ട് ഇട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് ശരിയായ കാര്യമാണോ ChatGPT എഴുതരുതെന്ന് പോലും. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിന് ഒരു പ്രാവീണ്യം കുറവാണ്, നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് നല്ല സെൻറ്റൻസുകൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അപ്പോൾ ChatGPT ഉപയോഗിക്കാം. പക്ഷേ ChatGPTക്ക് കൊടുക്കേണ്ട പോയിൻറ്റ്സ് കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം പ്ലഗറിസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ChatGPT ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും നല്ല ടെക്നിക്ക്, ഞാൻ പഠിച്ചപ്പോൾ ടെക്നിക്ക് ചെയ്ത് എൻ്റെ മാത്രം വീക്ഷണമാണ്, നമ്മളൊരു സാധനം വായിക്കുന്നു ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം ഭാഷയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ആ സ്ക്രീനെ പിന്നെ നോക്കരുത്. നമ്മൾ ഏത് ആർട്ടിക്കിളാണോ വായിക്കുന്നത് ആ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം അത് നോക്കി ടൈപ്പ് ചെയ്യരുത്, അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, അത് നിങ്ങളുടെ സ്വന്തം ഭാഷയെന്ന് വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് റിയൽ അസൈൻമെൻറ്റ് ഈസ്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഇനി കോഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനം നെറ്റിൽ ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോഡ് അതേപോലെ കിട്ടും. ആ കിട്ടുന്ന കോഡ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് വേണം വേരിയബിൾസ് മാറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവായിട്ട് രസകരമായിട്ട് നിങ്ങളുടെ ഒരു ഇൻപുട്ട് കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലോജിക്ക് പഠിച്ചു. സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒട്ടും രക്ഷയില്ല, പഠിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല, ജോലി കാരണം ഭയങ്കര ടയർഡാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിൽ എങ്കിലും യൂണിവേഴ്സിറ്റിയിലെ മാക്സിമം സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, പഠിപ്പികളെ സ്കെച്ച് ചെയ്യുക, ഹെൽപ്ഫുള്ളായിട്ടുള്ള പഠിപ്പികളെ പ്രത്യേകം സ്കെച്ച് ചെയ്യുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവരെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ ഡംബ് ഫെലോ ആണെങ്കിലും അവൻ്റെ കൂടെ പോയിരിക്കുക, അവൻ ചെയ്യുന്നത് നോക്കുക, അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവന് ഇഷ്ടമാണ് അങ്ങനെ ഒരു കമ്പനി കിട്ടുമ്പോൾ അല്ലേ, അവൻ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ അസൈൻമെൻറ്റും കൂടെ ടേക്ക് കെയർ ചെയ്യും. പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5-6 കൂട്ടുകാർ കൂടി ഒരു ഏരിയ ബുക്ക് ചെയ്യുക. അവിടെ നമുക്ക് ലൈബ്രറിക്കകത്തൊക്കെ ഒരു സെല്ല് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 hours വെച്ച് ഒരു ID കാർഡ് വെച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ 10 മണിക്കൂർ ബുക്കായില്ലേ. അപ്പോൾ എക്സാമിൻ്റെയൊക്കെ തലേദിവസമോ അസൈൻമെൻറ്റ് തലേദിവസമൊക്കെ
5 പേരുടെ ID വെച്ചിട്ട് അതങ്ങോട്ട് ബുക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ രാവിലെ ബാഗും ലഞ്ചും ഒക്കെ ആയിട്ട് ആ ഏരിയ വന്ന് ബാഗെല്ലാം വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് പഠിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലുള്ളവർ വന്ന് അവിടെ ജോയിൻ ചെയ്തോളും, നിങ്ങൾ ഹീറോ ആവും. നിങ്ങളതൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ പഠിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക. എന്തെങ്കിലുമായിട്ട് കൺസെപ്റ്റ് താല്പര്യത്തോടെ പഠിക്കുക, മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. കാണാതെ പഠിച്ച് മെമ്മറൈസ് ചെയ്യേണ്ട ഒരു പാടുമില്ല. അപ്പോൾ ഇവിടെ ആരെങ്കിലും തോൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട പോലെ എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്ത് ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് താല്പര്യത്തോടെ വർക്ക് ചെയ്താൽ മാത്രം മതി. ഓസ്ട്രേലിയയിലെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ആക്ച്വലി ഡിഫറൻ്റാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷനിൽ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഓർമ്മശക്തി ഉള്ളവനായിരിക്കും നന്നായിട്ട് സ്കോർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾ താല്പര്യത്തോടെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് അസൈൻമെൻ്റ് ആണ്, പിന്നൊന്ന് എക്സാംസ് ഉണ്ട്. എക്സാം ഓപ്പൺ ബുക്ക് എക്സാമാണ്. അപ്പോൾ ഈ അസൈൻമെൻറ്റുകളൊക്കെ നിങ്ങൾ തന്നെയാണ് എഴുതിയെങ്കിൽ, നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണെന്ന് നമുക്കറിയാം. എളുപ്പമായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ഓപ്പൺ ബുക്സ് ആക്ച്വലി എളുപ്പം തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് എഫോർട്ട് ഇട്ടതിനകത്തുനിന്ന് എവിടൊക്കെ ആൻസർ എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. നമുക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒന്നും വേണ്ടല്ലോ ഇതിങ്ങനെ തന്നെയാണ് എന്ന്. കാരണം നമുക്ക് തുറന്നു നോക്കി ഇന്ന പേജിൽ ആൻസർ കിടപ്പുണ്ട്, ഇത് നോക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഒരു ഡെഫിനിഷനും കാണാൻ പഠിക്കണ്ട, കൺസെപ്റ്റ് അറിയാമെങ്കിൽ. പക്ഷേ അതും ഇതിന്റെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിലാണ്, അതായത് വായിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുക. അവിടെയാണ്. അല്ലാതെ ഓപ്പൺ ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ചെയ്താലോ എന്നുള്ളൊരു ചിന്തയല്ല. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു സാധനമുള്ളത് വൈവ, അത് വളരെ കുറവാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ലാബിൽ പോയി നമ്മൾ എഴുതുന്നത്. പിന്നെ ക്യുസ് ഉണ്ട്. ക്യുസ്സൊക്കെ ഓൺലൈനായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർ കൂടിയൊക്കെയാണ് ക്യുസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതും പാസ്സാവും. അപ്പോൾ ഓൺലി തിങ് യു നീഡ് ടു ഫൈൻഡ് ടൈം, ഡെഡിക്കേറ്റ് ടൈം ഫോർ സ്റ്റഡീസ്. ഒരു ഫ്രണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. എളുപ്പമാണ് അങ്ങനെ. പക്ഷേ ഫെയിലാവുന്നത് എഫോർട്ട് ഇടാത്തതുകൊണ്ടാണ്. ആൻഡ് എഫോർട്ട് ഇടാതെ ഫെയിൽ ആകുമ്പോഴത്തേക്കും പറയും യൂണിവേഴ്സിറ്റി മനഃപൂർവ്വം തോപ്പിക്കുന്നതെന്ന് പറയും, റേസിസം ഉണ്ടെന്ന് പറയും. ഇതൊക്കെ തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾ കണ്ടിടത്തോളം. പിന്നെ ഞാൻ കേട്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചതാണ്. ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻസിനോട് ഇങ്ങനെ ഇതുപോലെ റേസിസം കാണിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻസ് കാരണമാണ് ലെവൽ 2 ആയത് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് ലെവൽ 2 ആയതിന്റെ കാരണം ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും ഇതുപോലെ അല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് അത് ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി ലെവൽ 2 ആണ്. അപ്പൊ അതിന്റെ ലെവൽ 2 ആയത് ഇന്ത്യൻസ് ആണ് എന്നതിന്റെ പേരിൽ അവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് RMIT, ഡീക്കിൻ, കാൻബറ ഇതൊന്നും ലെവൽ 2 ആയിട്ടില്ലല്ലോ? ദർ സംതിങ് ഡിഫറെന്റ്. അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ പഠിക്കുന്നില്ലേ? കാരണം ഇവര് ഫ്ലെക്സിബിൾ ആക്കി വെച്ചു. നോൺ ജെനുവിൻ സ്റ്റുഡൻസിനെ വരാൻ ഇവർ അനുവദിച്ചത് കൊണ്ടാണ് ഇവർ ലെവൽ 2 ആയത്. ഇവര് നേരത്തെ തന്നെ ചിന്തിക്കണമായിരുന്നു. അതിന്റെ മാനേജ്മെന്റിന്റെ പ്രത്യേകതയാണ്. എത്ര ഗ്രീഡിയാണ്, എത്ര കൂടുതൽ പൈസ ഉണ്ടാക്കണം, എത്ര ജെനുവിൻ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഇതിന്റെ എല്ലാ അഡ്വാൻറ്റേജ് എടുത്തതിന് ശേഷം ഇപ്പം ലെവൽ 2 ആയത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. പരാതി കൊടുക്കണം, കൂട്ടിക്കണം മിസ്റ്റർ. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നവരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളവരെ അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും. പക്ഷേ അത് വളരെ കുറവാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ല. അങ്ങനെ വളരെ കുറവ്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും യൂണിവേഴ്സിറ്റീസിലൊക്കെ ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പറയണേ, എന്ന് വെച്ച് നമ്മൾ തോൽപ്പിക്കുന്നത് അത് റേസിസം കാരണമാണ്. അതിന് പ്രോപ്പർ എവിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പോയി ചെയ്യരുത്. പക്ഷേ അതിനെല്ലാം പ്രോപ്പർ എവിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അഥവാ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കൗൺസിലിംഗ് എടുക്കാം. അതായത് നിങ്ങൾ രാജ്യത്ത് പുതുതായിട്ട് വന്നതാണ്, നിങ്ങൾക്ക് മെൻ്റലി ഇച്ചിരി ഹോം സിക്നെസ് ആണ്, നിങ്ങൾ ഇച്ചിരി ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദിസ് എവിഡൻസ് നമുക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞത് ഇമോഷണലി ഇച്ചിരി ഡൗൺ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം. അപ്പം അത്രക്കുള്ളൂ. ആരെയും തോൽപ്പിക്കുന്നില്ല, നിങ്ങളാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ദിസ് ഈസ് ജസ്വിൻ ആൻഡ് ജിസ് സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.